ഹായ് ഡിയേഴ്സ്, എല്ലാവർക്കും നമസ്കാരം. വെൽക്കം ബാക്ക് ടു ഇഷ സ്പൈസി ടേസ്റ്റി വേൾഡ്. ഇന്ന് നമ്മൾ തയ്യാറാക്കുന്നത് ഒരു അടിപൊളി സ്നാക്സ് ആണ് കേട്ടോ. കുറേ നാളത്തേക്ക് നമുക്ക് സൂക്ഷിച്ച് വെക്കാൻ പറ്റിയ ഒരു അടിപൊളി ഈവനിങ് സ്നാക്സാണ്. നമ്മൾ ഗോതമ്പ് മാവും കൊണ്ടാണ് ഈ ഒരു അടിപൊളി സ്നാക്സ് തയ്യാറാക്കുന്നത്. മടക്ക്, നമുക്ക് കുറേ ലെയേഴ്സൊക്കെ ഉള്ള ഒരു മടക്ക് ടൈപ്പാണ് നമ്മൾ ഈ ഒരു സ്നാക്സ് തയ്യാറാക്കുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും ഈ ഒരു അടിപൊളി ഈവനിങ് സ്നാക്സ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നതായിരിക്കും. സോ റെസിപ്പി എല്ലാവരും സ്കിപ്പ് ചെയ്ത് കണ്ടോളൂ. കണ്ടതിന് ശേഷം നിങ്ങളുടെ ഫീഡ്ബാക്ക് എന്നിൽ അറിയിക്കാൻ മറക്കല്ല്. അപ്പോൾ പെട്ടെന്ന് തന്നെ നമുക്ക് ഈ ഒരു അടിപൊളി സ്നാക്സ് എങ്ങനെ തയ്യാറാക്കുന്നതെന്ന് നോക്കിയിട്ട് വരാം കേട്ടോ. അതിനായി ഞാനിവിടെ 2 കപ്പ് ഗോതമ്പ് മാവാണ് എടുക്കാൻ പോകുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ മൈദ യൂസ് ചെയ്യാം. ഞാൻ മൈദ അധികം യൂസ് ചെയ്യാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് ഗോതമ്പ് മാവ് യൂസ് ചെയ്തേക്കുന്നത്. 2 കപ്പ് ഗോതമ്പ് മാവ് ചേർത്തതിന് ശേഷം നമുക്കിതിലോട്ട് 1 ടീസ്പൂണ് അജ്വായിൻ വയറിനൊക്കെ നല്ലതാണ്. അപ്പോൾ നമ്മൾ ഇതിലോട്ട് കൈമ വെച്ചിട്ട് നന്നായിട്ട് ക്രഷ് ചെയ്തതിന് ശേഷം ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്കിതിലോട്ട് 1 ടീസ്പൂണ് ജീരകം, സാധാരണ നമ്മുടെ ജീരകം ആഡ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം നമുക്ക് ഇതിലോട്ട് 1 ടീസ്പൂൺ ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തതിന് ശേഷം ഒരു 2 to 3 ടേബിൾ സ്പൂണ് ഓയിലൊന്ന് ചേർത്ത് കൊടുക്കാം. സാധാരണ സൺഫ്ലവർ ഓയിലാണ് കേട്ടോ. ചേർത്തതിന് ശേഷം നമുക്ക് ആ സ്പൂണിൽ നിന്ന് ഓയിലൊന്ന് എടുത്ത് ഈ ഒരു മാവ് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ആ ഓയിലെല്ലാം നന്നായിട്ട് യോജിച്ച് വരുന്ന രീതിയിൽ നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. അങ്ങനെ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ക്രിസ്പി ആയിട്ടുള്ള ഒരു ഈവനിങ് സ്നാക്സ് നന്നായിട്ട് ക്രിസ്പി ആയിട്ട് കിട്ടും കേട്ടോ. ഓയിലും മാവും എല്ലാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിനി നോർമൽ വെള്ളം ഉപയോഗിച്ച് ഇത് നല്ല ഹാർഡ് ഡോ ആയിട്ട് നമുക്കൊന്ന് കുഴച്ചെടുക്കാം കേട്ടോ. കുറേശ്ശെ വെള്ളം യൂസ് ചെയ്ത് നന്നായിട്ടൊന്ന് ബൈൻഡ് ചെയ്തെടുക്കാം. നന്നായിട്ട് നമ്മൾ ചപ്പാത്തിക്ക് കുഴയ്ക്കുന്ന രീതിയിൽ കുഴയ്ക്കേണ്ട ആവശ്യമൊന്നുമില്ല. എല്ലാം യോജിച്ച് വരുന്ന രീതിയിൽ ജസ്റ്റ് ഒന്ന് എല്ലാം കൂടെ യോജിച്ച് എടുത്താൽ മതി കേട്ടോ. നമ്മുടെ മാവെല്ലാം നന്നായിട്ടൊന്ന് യോജിച്ച് നന്നായിട്ടൊന്ന് ബൈൻഡിങ് ആയിട്ട് മാവ് നന്നായിട്ടൊന്ന് കുഴഞ്ഞു കിട്ടിയിട്ടുണ്ട്. നോക്കിക്കോളൂ, ഏകദേശം ഈ ഒരു ടെക്സ്ചറിലാണ് നമ്മുടെ മാവ് ഇവിടെ റെഡി ആയിരിക്കുന്നത്. ഇനി നമുക്ക് മാവ് റെസ്റ്റിനൊന്നും വെച്ച് കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. നമ്മുടെ കൗണ്ടർ ടോപ്പ് നന്നായിട്ട് ക്ലീൻ ചെയ്തതിന് ശേഷം അതിൻ്റെ മേലെ നമ്മുടെ ഈ ഒരു ബോൾ, അതായത് കുഴച്ച് വെച്ചിരിക്കുന്ന മാവ് ഒന്ന് വെച്ച് കൊടുത്തതിന് ശേഷം നമുക്കൊരു നൈഫ് എടുത്തിട്ട് ഇതൊരു 8 ഭാഗമായിട്ട് നമുക്കൊന്ന് കട്ട് ചെയ്യാം. നമ്മൾ ചപ്പാത്തിക്ക് മാവ് ഡിവൈഡ് ചെയ്യുന്ന പോലെ കൈമേ വെച്ചിട്ട് ചെയ്യാൻ പാടില്ല. ഇതുപോലെ നൈഫ് വെച്ചിട്ട് വേണം നമ്മൾ കട്ട് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമുക്ക് നല്ല ലെയറായിട്ട് നമുക്ക് ഈ ഒരു സ്നാക്സ് കിട്ടുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ ഞാനൊരു 8 ഭാഗമായിട്ടൊന്ന് ഡിവൈഡ് ചെയ്തെടുക്കാം. മാവ് ഇവിടെ ഞാൻ 8 ഭാഗമായിട്ട് ഡിവൈഡ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഓരോ ലെയർ ഞാൻ കാണിച്ചു തരാം. നോക്കിക്കോളൂ, ആ ഒരു ലെയർ. ശേഷം നമുക്ക് നന്നായിട്ടൊന്ന് ബോളാക്കി ഉരുട്ടിയെടുക്കാം കേട്ടോ. നന്നായിട്ട് ചപ്പാത്തിക്ക് പ്രസ് ചെയ്ത് ഉരുട്ടുന്ന പോലെ ഉരുട്ടാൻ പാടില്ല. ജസ്റ്റ് ലൈറ്റായിട്ടൊന്ന് ബോളാക്കി എടുത്തതിന് ശേഷം അതേ സെയിം കൗണ്ടർ ടോപ്പിലോട്ട് നമുക്ക് വെച്ച് കൊടുത്തതിന് ശേഷം കുറച്ച് ഗോതമ്പ് മാവ് ജസ്റ്റ് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം നല്ല കനം കുറച്ച് നമുക്ക് റോൾ ചെയ്തെടുക്കാം. ചപ്പാത്തിയിലെ കാട്ടി നന്നായിട്ട് കനം കുറച്ച് വേണം നമുക്ക് റോൾ ചെയ്തെടുക്കാം. അപ്പോൾ അതാ നന്നായിട്ട് ഇവിടെ പരത്തി എടുത്തിട്ടുണ്ട്. നോക്കിക്കോളൂ, നമ്മുടെ കൈ നമുക്ക് നന്നായിട്ട് കാണാൻ പറ്റും. നല്ല തിന്നായിട്ട് തന്നെ നമ്മൾ കനം കുറച്ച് തന്നെ പരത്തി എടുത്തിട്ടുണ്ട്. ഇത് ജസ്റ്റ് ഒരു സൈഡിലോട്ട് വെച്ച് കൊടുക്കാം. അതിനുശേഷം അടുത്തതും കൂടെ നമുക്ക് ഇതേ രീതിയിൽ തന്നെ നമുക്കൊന്ന് പരത്തിയെടുക്കാം കേട്ടോ. രണ്ടാമത്തെയും കൂടെ ഞാൻ പരത്തി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ആദ്യം പരത്തിയ ആ ഒരു ചപ്പാത്തിയുടെ മേലെ കുറച്ച് മാവ് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ശേഷം നമ്മൾ രണ്ടാമത് പരത്തി വെച്ച് ആ ഒരു ചപ്പാത്തി മാവ് നമുക്ക് അതിൻ്റെ മേലെ കൂടെ ഒന്ന് വെച്ച് കൊടുക്കാം. ഇതേ രീതിയിൽ ബാക്കി എല്ലാം കൂടെ പരത്തി അതേ രീതിയിൽ മാവ് ഒന്ന് തൂകിയതിന് ശേഷം ബാക്കിയെല്ലാം ഞാനിവിടെ പരത്തി എടുത്തിട്ടുണ്ട്. നോക്കിക്കോളൂ, നമ്മൾ മാവ് തൂകിയില്ലെങ്കിൽ അത് ചിലപ്പോൾ ഒട്ടിപ്പോകാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ മാവ് ഒന്ന് തൂകി കൊടുക്കുന്നത്. ഇനി നമുക്കൊരു ബൗളിൽ ഒരു 2 ടേബിൾ സ്പൂണ് നെയ്യ് ഒന്ന് ചേർത്ത് കൊടുക്കാം. നെയ്യ് നന്നായിട്ട് മെൽറ്റായി തണുത്തതിന് ശേഷം നമുക്കിതിലോട്ട് ഒരു 2 ടേബിൾ സ്പൂണ് ഗോതമ്പ് മാവ്, ഒരു 2 ടേബിൾ സ്പൂണ് കോൺഫ്ലവറും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഈ വകയെല്ലാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് നല്ലൊരു തിക്ക് കൺസിസ്റ്റൻസി നോക്കിക്കോളൂ. ആ ഒരു മിക്സ് ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് ആ ഒരു മിക്സ്ഡ് നമുക്ക് കിട്ടുന്നതായിരിക്കും. നമ്മൾ ഇതുപോലെ ഒന്ന് നന്നായിട്ടൊന്ന് കുഴച്ചെടുത്തിട്ടുണ്ട്. നോക്കിക്കോളൂ, അതിൻ്റെ ഒരു ടെക്സ്ചർ ഈ ഒരു പരുവത്തിലാണ് നമുക്ക് ഈ ഒരു സ്ലറി കിട്ടേണ്ടത്. ഇനി നമുക്കിത് ജസ്റ്റ് മാറ്റി വെച്ച് കൊടുക്കാം. അതിനുശേഷം നമ്മൾ പരത്തി വെച്ചിരിക്കുന്ന ചപ്പാത്തി ഒരു ഭാഗം നമുക്ക് എടുക്കാം. ഒരെണ്ണം എടുത്തതിന് ശേഷം ഇനി ഇതിൻ്റെ മേൽഭാഗം നമുക്ക് ഇതുപോലെ ഒന്ന് ആ ഒരു നെയ്യും കോൺഫ്ലവറൊക്കെ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന ആ ഒരു കൂട്ട് നമുക്ക് മേലെ കൂടെ നന്നായിട്ടൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. നെയ്യുടെ മിശ്രിതം നന്നായിട്ട് ഇതുപോലെ സ്പ്രെഡ് ചെയ്തതിന് ശേഷം നമുക്ക് രണ്ടാമത്തെ ചപ്പാത്തി എടുത്ത് അതിൻ്റെ മേലെ കൂടെ ഒന്ന് വെച്ച് കൊടുക്കാം. ഇതേ സെയിം രീതിയിൽ തന്നെ നമുക്ക് ഒരു 4 പീസ് ഇതേ സെയിം രീതിയിൽ തന്നെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് അടുത്തതും കൂടെ മൂന്നാമത്തെയും കൂടെ വെച്ചതിന് ശേഷം വീണ്ടും സ്പ്രെഡ് ചെയ്തിട്ട് 4ാമത്തെയും കൂടെ വെച്ച് കൊടുത്തതിന് വരെ നമുക്ക് ഒന്ന് ചെയ്തെടുക്കാം. അപ്പോൾ ഇതാ 4ാമത്തെ ലെയറിൽ വരെ നമ്മൾ നന്നായിട്ടൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ എന്താ ചെയ്യുക, നന്നായിട്ട് ഇതുപോലെ സ്പ്രെഡ് ചെയ്തതിന് ശേഷം 4 പീസസ് ആണ് നമ്മൾ ഇവിടെ സ്പ്രെഡ് ചെയ്തേക്കുന്നത്.
നല്ലൊരു ലെയേഴ്സ് കിട്ടാനായിട്ട് നമ്മൾ ഇതുപോലെ സ്പ്രെഡ് ചെയ്യുന്നത്. ശേഷം നന്നായിട്ട് സ്പ്രെഡ് ചെയ്തതിന് ശേഷം ഒരു ഭാഗം ഇതുപോലെ ഒന്ന് ഫോൾഡ് ചെയ്യാം. അതിൻ്റെ മേലെ കൂടെ വീണ്ടും നമുക്ക് ആ ഒരു നെയ്യുടെ ആ ഒരു മിശ്രിതം ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. നന്നായിട്ട് ഇതുപോലെ സ്പ്രെഡ് ചെയ്തതിന് ശേഷം അടുത്ത ഭാഗം കൂടെ നമുക്ക് ഒന്ന് ഫോൾഡ് ചെയ്ത് കൊടുക്കാം. നന്നായിട്ട് ഇതുപോലെ ഒന്ന് സ്പ്രെഡ് ചെയ്തതിന് ശേഷം, അതായത് ഫോൾഡ് ചെയ്തതിന് ശേഷം വീണ്ടും അതിൻ്റെ മേലെ കൂടെ നമുക്ക് ആ ഒരു നെയ്യുടെ ആ ഒരു മിശ്രിതം ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ശേഷം രണ്ടറ്റം കൂടെ നമുക്കൊന്ന് ഫോൾഡ് ചെയ്യാം. ആദ്യം ഒരു ഭാഗം നന്നായിട്ട് ഇതുപോലെ ഫോൾഡ് ചെയ്തതിന് ശേഷം അതിൻ്റെ മേലെ കൂടെ നമുക്ക് നെയ്യൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ശേഷം ഇപ്പുറത്തെ സൈഡിലും കൂടെ നമുക്ക് ഇതുപോലെ അതിൻ്റെ മേലെ കൂടെ ജസ്റ്റ് ഒന്ന് ഫോൾഡ് ചെയ്ത് കൊടുക്കാം. ഇതുപോലെ നമ്മൾ ഫോൾഡ് ചെയ്തതിന് ശേഷം നമ്മുടെ പപ്സിൻ്റെ ഒക്കെ പാറ്റീസൊക്കെ തയ്യാറാക്കുന്ന രീതിയിലാണ് കേട്ടോ. നന്നായിട്ട് ഇതുപോലെ സ്പ്രെഡ് ചെയ്തതിന് ശേഷം ഫോൾഡ് ചെയ്തതിന് ശേഷം ഒരു സ്ക്വയർ ടെക്സ്ചറിലാണ് നമുക്ക് കിട്ടുന്നത്. ഇതാ നോക്കിക്കോളൂ, ഈ ഒരു പരുവത്തിലാണ് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ നമുക്ക് അടുത്തതും കൂടെ ഇതേ സെയിം രീതിയിലൊന്ന് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ ഇതാ ഞാൻ രണ്ടാമത്തെയും കൂടെ ഇവിടെ ചെയ്ത് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് എന്താ ചെയ്യാം, ഒരു ബട്ടർ പേപ്പർ എടുക്കുക. ആ ബട്ടർ പേപ്പറിലോട്ട് നമുക്ക് ഇതൊന്ന് റാപ്പ് ചെയ്തിട്ട് നമുക്ക് ഫ്രിഡ്ജിൽ ജസ്റ്റ് ഒരു 10 മിനിറ്റ്സ് 10 മിനിറ്റ് നമുക്ക് റെസ്റ്റിന് വെച്ച് കൊടുക്കാം. ആ ഒരു സമയത്ത് നമ്മുടെ അതായത് നെയ്യ് നന്നായിട്ടൊന്ന് ഉറങ്ങി കിട്ടുകയൊക്കെ ചെയ്യും കേട്ടോ. അപ്പോൾ നമ്മൾ പരത്തുമ്പോഴത്തേക്കിന് പുറമേ വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അങ്ങനെ ഫ്രിഡ്ജിൽ ഒരു 10 മിനിറ്റ് വെച്ച് കൊടുക്കുന്നത്. അപ്പോൾ റാപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട്, നമുക്ക് ഫ്രിഡ്ജിൽ ഒരു 10 മിനിറ്റ് വെച്ച് കൊടുക്കാം. ഒരു 10 മിനിറ്റിന് ശേഷം ഫ്രിഡ്ജിൽ നിന്ന് നമ്മുടെ റാപ്പ് എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്കത് ഓപ്പൺ ചെയ്തെടുക്കാം. റാപ്പ് ചെയ്ത് വെച്ചിരിക്കുന്ന പാറ്റീസ് നമുക്ക് കൗണ്ടർ ടോപ്പിലോട്ട് ഒന്ന് വെച്ച് കൊടുക്കാം കേട്ടോ. അതിനുശേഷം നമുക്കിത് നന്നായിട്ടൊന്ന് പരത്തിയെടുക്കണം. നമ്മൾ രണ്ടാമത് അത് ജസ്റ്റ് ഒന്ന് മാറ്റി വെച്ച് കൊടുക്കാം. അതിനുശേഷം കുറച്ച് നമ്മൾ മാവ്, അതായത് ഗോതമ്പ് മാവ് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. എല്ലാ ഭാഗവും നന്നായിട്ടൊന്ന് സ്പ്രെഡ് ചെയ്തതിന് ശേഷം നമുക്ക് ഇത് സ്ക്വയർ രീതിയിലൊന്ന് പരത്തിയെടുക്കാം. ലേശം ഒരു ടൈറ്റ് ഫീലിങ്സ് ഉണ്ടാവും നമുക്ക് പരത്താൻ വേണ്ടിയിട്ട്, കാരണം നെയ്യ് ചെറുതായിട്ടൊന്ന് ഉറങ്ങിയിട്ടുണ്ട്. അതുപോലെ തന്നെ നമുക്ക് പതിയെ ഒന്ന് റോൾ ചെയ്തെടുക്കാം കേട്ടോ. നന്നായിട്ട് ഇതുപോലെ റോൾ ചെയ്തതിന് ശേഷം നമുക്ക് സൈഡ്സ് ഒന്ന് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം കേട്ടോ. ലെവലായിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇതുപോലെ സൈഡ്സ് കട്ട് ചെയ്യുന്നത്. നന്നായിട്ട് എല്ലാ 4 ഭാഗവും നമുക്ക് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം. ഇനി നമുക്കിതിൻ്റെ കുഞ്ഞു പീസസ് ആക്കി കട്ട് ചെയ്തെടുക്കാം. ഞാൻ ഒരു ചെറിയ ക്യൂബ്സ് ആക്കിയാണ് കട്ട് ചെയ്യുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ റെക്റ്റാങ്കിൾ ആയിട്ട് അല്ലെങ്കിൽ ട്രയാങ്കിൾ ആയിട്ട് ഏത് രീതിയിൽ വേണം നമുക്ക് കട്ട് ചെയ്യാം കേട്ടോ. ഞാനിപ്പോൾ ഇത് കുഞ്ഞ് സ്ക്വയർ ആയിട്ടാണ് കട്ട് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഇതാ നോക്കിക്കോളൂ, നല്ല സ്ക്വയർ ആയിട്ട് നമ്മളിവിടെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അതിൻ്റെ ആ ഒരു തിക്നെസ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. നോക്കിക്കോളൂ, ഈ ഒരു തിക്നെസ്സിലാണ് നമ്മൾ കട്ട് ചെയ്തിട്ടിരിക്കുന്നത്. ഇനി നമുക്ക് ഈ വിരലൊക്കെ എല്ലാം നമ്മൾ കട്ട് ചെയ്ത ആ ഒരു ക്യൂബ്സ് എല്ലാം നമുക്കൊരു പ്ലേറ്റിലോട്ടൊന്ന് മാറ്റി കൊടുത്തതിന് ശേഷം അതേ സെയിം രീതിയിൽ തന്നെ നമുക്ക് അടുത്തും കൂടെ ഒന്ന് പരത്തിയെടുക്കാം. ഇനി നമുക്കിത് നന്നായിട്ട് ഇതുപോലെ ക്യൂബ്സ് ആക്കി കട്ട് ചെയ്തതിന് ശേഷം ഫ്രൈ ചെയ്തെടുക്കാം കേട്ടോ. ഒരു കടായിൽ ആവശ്യമനുസരിച്ച് ഓയിൽ ചേർത്ത്, ഓയിൽ ചൂടായിട്ടുണ്ട്, നന്നായിട്ട് ചൂടാവേണ്ട ആവശ്യമൊന്നുമില്ല. നമ്മൾ ആ ഒരു മിശ്രിതം, അതായത് നമ്മൾ ക്യൂബ്സ് ആക്കി കട്ട് ചെയ്ത് അത് ഓരോന്നായിട്ട് ആഡ് ചെയ്യുമ്പോൾ ജസ്റ്റ് ഇതാ നോക്കിക്കോളൂ, ഏകദേശം പതങ്ങി വരുന്ന ആ ഒരു ടെക്സ്ചർ വരും കേട്ടോ. ആ ഒരു ടെക്സ്ചർ വരുന്ന മാത്രമേ നമുക്ക് ചൂടായാൽ മതി നമ്മുടെ ഓയിൽ. ഇനി നമുക്ക് ഇതുപോലെ ഓരോന്നായിട്ടൊന്ന് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് ഒരു 2 മിനിറ്റ് വെയിറ്റ് ചെയ്യാം. അതിനുശേഷം ഒരു സ്പൂൺ വെച്ചോ അല്ലെങ്കിൽ സ്പാച്ചില വെച്ച് ഇത് ജസ്റ്റ് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് തിരിച്ചും മറിച്ചും നല്ലൊരു ഗോൾഡൻ ഷെയ്ഡ് ആവുന്നിടം വരെ നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം നമുക്ക് ഈ ഒരു സ്നാക്സ് ഫ്രൈ ചെയ്തെടുക്കാം. നല്ല ലെയേഴ്സ് ആയിട്ട് തന്നെ നമുക്ക് ഈ ഒരു സ്നാക്സ് കിട്ടുന്നതായിരിക്കും. നമ്മൾ കടയിൽ നിന്ന് വാങ്ങുന്ന മധുരമടക്ക് ആ ഒരു ടെക്സ്ചറിലാണ് നമുക്ക് ഈ ഒരു സ്നാക്സ് തയ്യാറാക്കാൻ പറ്റുന്നത്. അപ്പോൾ ഇതാ തിരിച്ചും മറിച്ചും നല്ല ക്രിസ്പി ആയിട്ട് നല്ല ഗോൾഡൻ ഷെയ്ഡ് ആവുന്നിടം വരെ നമ്മളിവിടെ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. നമുക്ക് ഓയിലിൽ നിന്ന് ഇതൊന്ന് ട്രാൻസ്ഫർ ചെയ്തെടുക്കാം. ഓയിലിൽ നിന്ന് ട്രാൻസ്ഫർ ചെയ്തതിന് ശേഷം ഇനി നമുക്ക് ഇതേ സെയിം രീതിയിൽ തന്നെ ബാക്കിയെല്ലാം ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ഇതാ അടിപൊളി ക്രിസ്പി ആയിട്ടുള്ള നമ്മുടെ ഈ ഒരു ഗോതമ്പ് മാവ് കൊണ്ട് തയ്യാറാക്കി വയ്ക്കുന്ന സ്നാക്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. വളരെ മാസങ്ങളോളം സ്റ്റോർ ചെയ്യാൻ പറ്റുന്നതും നല്ല ക്രിസ്പിയും നല്ല ലെയേഴ്സ് ആയിട്ടുള്ള ഈ ഒരു ഈവനിങ് സ്നാക്സിൻ്റെ റെസിപ്പി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. തീർച്ചയായിട്ടും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോളൂ. നമ്മുടെ ഇന്നത്തെ ഒരു റെസിപ്പി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തും ഫാമിലി മെമ്പേഴ്സിനും റിലേറ്റീവ്സിനും ഫ്രണ്ട്സിനും എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് നമ്മളെ മാക്സിമം ഒന്ന് സപ്പോർട്ട് ചെയ്തേക്കണേ. കൂടാതെ ഇതുപോലെ നല്ല റെസിപ്പിക്കായി സ്പൈസി ടേസ്റ്റ് വേൾഡ് ചാനൽ ഒന്ന് ഫോളോ ആൻഡ് സബ്സ്ക്രൈബും കൂടെ ചെയ്ത് നമ്മളെ മാക്സിമം ഒന്ന് സപ്പോർട്ട് ചെയ്തേക്കാം. അടുത്ത നല്ലൊരു റെസിപ്പിയും കൊണ്ട് വരുന്നിടം വരെ എല്ലാവരും സ്റ്റേ ട്യൂൺ, ബി ഹാപ്പി ആൻഡ് കീപ് സ്മൈലിംഗ്. താങ്ക് യു ഫോർ വാച്ചിങ് ആൻഡ് ബൈ.